എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ വീഡിയോ കുറേ പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ചേച്ചി വെയിറ്റ് ലോസ് ചെയ്യാം. നമ്മൾ കുറേ നാളായല്ലേ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാം. ഞാൻ ആക്ച്വലി ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിലായിരുന്നു കേട്ടോ. അത് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ചലഞ്ചാണ്. അത് ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. കാരണം അതെല്ലാവർക്കും ഉപകാരപ്പെടണം എന്നില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രം ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇപ്പം നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെയിറ്റ് കൃത്യമായിട്ട് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച്. അല്ലാതെ പാതി വഴിയിൽ എനിക്ക് പറ്റില്ല, എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചേച്ചി അത് കറക്റ്റായിട്ട് ഇൻടേക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഇത് ഭയങ്കര പാടായിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് മസ്റ്റായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിക്കണം. കാരണം നമ്മൾ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് പലരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് മുടി കൊഴിച്ചിൽ, അല്ലേ? മുടി കൊഴിച്ചിൽ, നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായി പോകുന്നത്, സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളിൽ പലരും ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെയും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു പ്രോട്ടീൻ പൗഡറും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടതെന്നൊക്കെയുള്ളത് വരുന്ന വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത തിങ്കളാഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത തിങ്കളാഴ്ച മുതലാണ്. ഓക്കെ, കമ്മിങ് മൺഡേ ഓർ ട്യൂസ്ഡേ ഞാൻ പറയാം മുതലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട്. അതിനു മുമ്പ് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ബെൽ ബട്ടനും കൂടെ അമർത്തി വെച്ചിരുന്നത് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, ഞാൻ ഈ വെയിറ്റ് ലോസ് നമ്മൾ എപ്പോഴും വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണേ എല്ലാവരും. വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടുള്ളൊരു കാര്യം ഒരു കോൺഫിഡൻസ് വേണം, ഒരു ആത്മവിശ്വാസം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഇത് വിജയിക്കും, ഇത് സക്സസ് ആകും, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും വേണം. ഓക്കെ, ഇതിനൊക്കെ മുമ്പിൽ ദൈവവിശ്വാസം വേണം, അതൊക്കെ എങ്കിലും നമുക്കൊരു ആത്മവിശ്വാസം വേണം, നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം പലപ്പോഴും നമുക്ക് വെയിറ്റ് ലോസ് എന്നുള്ളൊരു പ്രോസസ്സ് പാതി വഴിയിൽ നിന്നു പോകുന്നത് നമ്മുടെ മനസ്സ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് പാതി വഴിയിൽ വെയിറ്റ് ലോസ് നിന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് പറ്റും, ഞാനിത് 30 days ചെയ്യും. നിങ്ങൾ ഒരു മാസം എൻ്റെ കൂടെ നിൽക്കും, അത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് അടുത്തടുത്ത് പൊക്കോളും. ഓക്കെ, അപ്പോൾ ഞാനിത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ഇതിൽ ജോയിൻ ചെയ്യുക. ഞാൻ എപ്പോഴും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതുവരെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. ഒരു വെയിറ്റ് ലോസ് ചലഞ്ച്, വെയിറ്റ് ലോസിനെ പറ്റിയിട്ടുള്ള ഒരു ഗ്രൂപ്പും ഇനി മുതൽ ഉണ്ടായിരിക്കുന്നതല്ല. ആ ഗ്രൂപ്പുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. പുതിയതായിട്ട് ഒരു വെയിറ്റ് ലോസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ഒരു ഗ്രൂപ്പിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അതിനെ നീറ്റായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക. വരിക, എത്തി നോക്കുക, ഓടിപ്പോവുക, പിന്നെ ലെഫ്റ്റ് ആകുക. അവിടെ നമ്മൾ ഇത് പറയുന്നത് നടക്കുന്നത് വെയിറ്റ് ലോസ് സംബന്ധമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ആയിരിക്കും. പിന്നെ ഇതൊരു പബ്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ജോയിൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ലാത്തവർ പിന്നെ സംസാരിക്കും, ചിലപ്പോൾ ഒരുപാട് സംസാരിക്കും. വീട്ടമ്മമാരൊക്കെ ആയിരിക്കും അധികവും വെയിറ്റ് ലോസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, അങ്ങനെ സംസാരിക്കുന്നവരുണ്ടായിരിക്കും. അതൊക്കെ ഡിസ്റ്റർബ് ആകുന്നവരൊന്നും തന്നെ ദയവേദി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതിരിക്കുക. ഫോട്ടോസൊക്കെ ഞാൻ ഇടാൻ പറയും, നിങ്ങൾ കഴിക്കുന്ന ഫോട്ടോസ്, നിങ്ങളുടെ ഫുഡ്. ഞാൻ ചിലപ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് അത് ചെയ്യാൻ പറയും, ഇത് ചെയ്യാൻ പറയും, അങ്ങനെയൊക്കെ ചെയ്യാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളവർ മാത്രം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതുപോലെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് അല്ല ഇത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വെയിറ്റ് ലോസ് ചലഞ്ചാണ്. കാരണം എനിക്കും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു വെയിറ്റ് ലോസ് ചലഞ്ചാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്നവർ മാത്രം ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഫോളോ ചെയ്യുക.
ഓക്കെ. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനകത്ത് ഫേസ് മസാജ് നമ്മൾ ഡെയിലി മോർണിംഗ് 8 മണിക്ക് ഞാൻ ഫേസ് മസാജ് വീഡിയോസ് ഇടുന്നുണ്ട്. അത് ഞാൻ ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് ഒരു ദിവസത്തെ ഫേസ് മസാജ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരിക. ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്ന നമ്മളെ വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാ ദിവസങ്ങളിലും തന്നെ മോർണിംഗ് ഫേസ് മസാജ് ഇടുന്നതായിരിക്കും. അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. ഓക്കെ. ഫേസ് മസാജ് നമ്മൾ കവിളൊക്കെ ഒട്ടിപ്പോവും, ഭയങ്കര വൃത്തിയേടാവും. അതുകൊണ്ട് ഫേസ് മസാജ് മസ്റ്റായിട്ടും എല്ലാവരും ചെയ്യണം. രണ്ടാമത് വെള്ളം കുടിക്കണം. ഞാൻ പറയുന്നത് പോലെ വെജിറ്റബിൾസ്, ചീര ഇതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ ഒരു പ്രോട്ടീൻ ഏതെങ്കിലും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പ്രോട്ടീൻ പൗഡർ, അത് തീർച്ചയായിട്ടും ഫുഡിൽ ഇൻടേക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമുള്ളവരായിരിക്കണം. എക്സസൈസ് മസ്റ്റായിട്ടും എക്സസൈസ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു എക്സസൈസ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചെയ്യാം. എല്ലാ രീതിയിലുള്ള എക്സസൈസും ചെയ്യുന്നതാണ്. എക്സസൈസ് ചെയ്യാൻ കഴിയാത്തവർക്ക്, ചിലർ പറയും ഡിസ്കിന് പ്രോബ്ലം, നടക്കാൻ പറ്റില്ല, മുട്ടുവേദന, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു നടക്കുന്ന ജോലിയെങ്കിലും തീർച്ചയായിട്ടും ചെയ്യണം. നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു വാച്ച്, നമുക്കൊരു എന്താ പറയുന്നത്, എന്ത് വാച്ച് എന്നാ പറയുക, നമ്മുടെ സമയമൊക്കെ കാണിക്കുമല്ലോ, ഷോ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു വാച്ച് ഇപ്പോൾ കോമൺ ആയിട്ട് അത്രയും വിലയൊന്നും ഇല്ലാതെ തന്നെ ഡിജിറ്റൽ വാച്ച് മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഒരു വാച്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ഒരു 5,000 to 10,000 സ്റ്റെപ്സ് ഡെയിലി നടന്നാൽ മാത്രം മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. എക്സസൈസ് ഉണ്ട്, നമ്മുടെ ഫേസ് മസാജ് ഉണ്ട്, ഫുഡ് സ്റ്റെപ്സ് ഉണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ വെയിറ്റ് ലോസിൽ ഫോളോ ചെയ്യും. എല്ലാവരും ചോദിക്കും, ചേച്ചി എങ്ങനെയാണ് വെയിറ്റ് കുറച്ച്, ചേച്ചി എങ്ങനെയാണ് ഇതിൻ്റെ സ്കിൻ നല്ല ആയത്? ഇതൊക്കെ ഒരു കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ താഴെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഞാൻ അഡ്മിൻ ആക്കിയാണ് ഇട്ടേക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ഇപ്പോൾ പറ്റില്ല. ഞാൻ അപ്പോൾ മെസ്സേജ് അയച്ച് നിങ്ങളെ ഓരോന്നോരോന്ന് ഇൻഫോം ചെയ്യും. മൺഡേ തൊട്ടാണ് നമുക്കത് ഓപ്പൺ ആകുന്നത്. ഓക്കെ. അത് അടുത്ത മൺഡേ തൊട്ട്. അതുവരെയും നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് കറക്റ്റായിട്ട് ക്ഷമയോടെ നിന്ന് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് പോവാം. സിൻസിയർ ആയിട്ടുള്ളവർ മാത്രം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒരു ഗ്രൂപ്പ് ഫുള്ളാകുമ്പോൾ ഞാൻ അടുത്ത ഗ്രൂപ്പ് മിനിമം ഒരു 3 ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. 3 ഗ്രൂപ്പ് 3 കൂടുതൽ ഗ്രൂപ്പ് എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അത് കൂടാതെ നമുക്കൊരു പിഗ്മെന്റേഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ഗ്രൂപ്പ് എന്നോട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 3 ഗ്രൂപ്പ്സ് മാത്രമാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെയിറ്റ് ലോസ് ചലഞ്ച്. ഇനി കമൻറ്റ് സെക്ഷൻ, താഴെ ഒരു കമൻറ്റ് സെക്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തണം, എന്തൊക്കെ വേണം ചേച്ചി. മുമ്പത്തെ വെയിറ്റ് ലോസ് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ചലഞ്ചാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് പഴയ തെൻഡൽ ഡയറ്റൊക്കെ ഫോളോ ചെയ്തിരുന്ന മാതിരി കുറേ ഫുഡൊക്കെ ഞാൻ പറയുന്നുണ്ട്. അല്ലാത്ത ഫുഡും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളൊരു ഡയറ്റാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച്. ഓക്കെ. പിന്നെ എന്നോട് പലരും ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞത്, ചേച്ചി എങ്ങനെയാണ് പെട്ടെന്ന് ഒതുങ്ങിയത് ശരീരം. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാനിപ്പം ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് പേരെന്നോട് ചോദിച്ചു, ചേച്ചി ഹെർബ ലൈഫ് അങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ ചേച്ചി, അത് യൂസ് ചെയ്യാമോ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ, പിന്നെ കിഡ്നി പോവോ, അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ എനിക്കും ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ചട്നിയൊക്കെ പോവോ, അവസാനം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ. ഓക്കെ. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു പരീക്ഷണ വസ്തുവാണ്. ഞാൻ എല്ലാം പരീക്ഷണം ചെയ്ത് നോക്കാൻ റെഡിയാണ്. കാരണം അതിന് റിക്കവറി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി ഹെർബ ലൈഫിൻ്റെ ഫുഡ് കഴിച്ചു കേട്ടോ. ഇതിൻ്റെ പലരും പറഞ്ഞത് എന്താണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്തുന്നത് വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹെർബ ലൈഫ് കംപ്ലീറ്റ് വേസ്റ്റ്. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഇത് എക്സ്പെൻസീവ് ആണ്. നമുക്ക് പൈസ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, നല്ല കോസ്റ്റ്ലിയാണ്. കുറച്ച് പൈസയെങ്കിലും നമുക്ക് ഫുഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിനകത്ത് തന്നെ ഒരുപാട് പ്രോബ്ലംസിന് നമ്മുടെ തൈറോയിഡ്, PCOD, PCOS ഇതിനൊക്കെ നല്ല പരിഹാരം കിട്ടും. അതിനൊന്നും ഒരു മാറ്റമില്ല. മുമ്പൊക്കെ ഞാനും ഹെർബ ലൈഫിന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. ഹെർബ ലൈഫ് അതൊന്നും കഴിക്കാൻ പാടില്ല, നമുക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഹെർബ ലൈഫ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ പറയാൻ പാടില്ല. നമ്മളൊരു പ്രോഡക്റ്റ് മോശമാണെന്ന് പറയുമ്പോൾ അതിൻ്റെതായ കാരണം ഉണ്ടാകണം, പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയുമ്പോഴും അതിൻ്റെതായ കാരണം ഉണ്ടാകണം. പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ അത് ജെനുവിൻ ആയിരിക്കണം എന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹെർബ ലൈഫിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്.
ഞാൻ അങ്ങനെയാണ് കേട്ടോ വെയിറ്റ് കുറച്ചത്. ഇനി എനിക്ക് ആ ഒരു എന്ത് പറയുന്നത്, ഞാൻ അത് കുറച്ച് നാളും കൂടെ കണ്ടിന്യൂസ് ഫോളോ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫോളോ ചെയ്ത് നല്ല ഒരു വെയിറ്റ് ലോസ് എത്തിയതിനു ശേഷം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. പിന്നെ ആക്രാന്തം പിടിച്ച് വലിച്ചു വാരി വീണ്ടും കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് കൂടും. എന്തുകൊണ്ട് വെയിറ്റ് കൂടുന്നു? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഇല്ലെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു വെയിറ്റ് വീണ്ടും കൂടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെയിറ്റും കൂടില്ല, നിങ്ങളുടെ കിഡ്നിയും ചട്നിയും ഒന്നും പോവില്ല, കറക്റ്റായിട്ടിരിക്കും. അതൊരു പ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നത്, എക്സസൈസ് ചെയ്യുന്നത് എല്ലാം അതിൽ മസ്റ്റാണ്. അതിൽ ചുമ്മാതെ അവരുടെ ഷേക്ക് മാത്രം കഴിച്ചെന്ന് പറഞ്ഞൊന്നും വെയിറ്റ് കുറയില്ല. അവർ പറയുന്നത് പോലെ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ വെയിറ്റ് കുറയും. ഐഡിയൽ വെയിറ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പഠിക്കണം. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ, ഹെർബലൈഫ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ട്, ചേച്ചി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെർബലൈഫെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം, എങ്ങനെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വെച്ചിരുന്നത്. നമുക്കിപ്പം ഹെർബലൈഫ് ഉപയോഗിച്ച് ശരീരം വണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്നൊന്നുമില്ല. കുറച്ച് ഹാർഡ് വർക്ക്, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹാർഡ് വർക്ക് നമ്മൾ ഇവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വണ്ണമൊക്കെ കുറയ്ക്കാനൊക്കെ പറ്റും. പക്ഷേ നല്ലൊരു ഈറ്റിംഗ് ഹെൽത്തി ഹാബിറ്റാണ് ഹെർബലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് കുറച്ച് പൈസയും ഒരു കോൺഫിഡൻസും ഒരു ധൈര്യവും ഒക്കെ വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. പക്ഷെ നല്ലതാണ്. എനിക്ക് അങ്ങനെ കിഡ്നി ചട്നി ഒന്നും, എനിക്ക് ഒരുപാട് പ്രോബ്ലംസിന് ഒരു ഒരു പരിഹാരമായിട്ട് ഹെർബലൈഫ് തീർച്ചയായിട്ടും. എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ടൊന്നും അല്ല ഞാൻ വാങ്ങിച്ച് കഴിച്ചത്. എനിക്കത് അറിയണം, നിങ്ങളിൽ പലർക്കും അത് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അത് കഴിച്ചത്. ഓക്കെ, അതോടെ വിട്ടേക്കാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം, കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാത്തിരുന്ന വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ ഓരോ ദിവസവും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും ഗ്രൂപ്പിൽ. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ അഡ്മിൻ ഉള്ളിയായിരിക്കും ഗ്രൂപ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. കമൻറ്റ് ബോക്സ് പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോഴേക്കും ഓരോ കമൻറ്റ് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിലിടുക. ഞാൻ അതിൻ്റെയൊക്കെ റിപ്ലൈ ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാ ഇതിൻ്റെയൊക്കെ കമൻറ്റും ഇതിൻ്റെ അടിയിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് പൊളിക്കാം, നമുക്ക് നല്ലൊരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ നല്ല സ്ലിമ്മായി ബ്യൂട്ടിയായി സുന്ദരന്മാരുമാകാം. നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ലേഡീസിന് മാത്രം ഉള്ളതല്ല, ഇറ്റ്സ് എ പബ്ലിക് ഗ്രൂപ്പ്. അതിൽ ആണുങ്ങളുണ്ടാകാം, പെണ്ണുങ്ങളുണ്ടാകാം, എല്ലാവരും ഉണ്ടാകാം. ഗ്രൂപ്പിനെ നല്ലപോലെ യൂസ് ചെയ്യുക. ഗ്രൂപ്പിൽ ആവശ്യമില്ലാന്ന് തോന്നുന്നവരെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി മോശം, ചേച്ചി കൊള്ളത്തില്ല എന്നൊന്നും പറഞ്ഞ് ആരും വരരുത്. നല്ലപോലെ ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുക. നമുക്കുള്ളതാണ് ഈ ഗ്രൂപ്പ്, നമ്മളതിനെ നല്ലപോലെ കൊണ്ടു നടക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.